അവിടുത്തെ പോലെ ഇവിടെയും. ചാരുവേ എന്നാണ്ട് പവിത്രേട്ടനെ ഞാൻ കാണാതിരിക്കായിരുന്നു. ഒരു പ്രശ്നമുണ്ട്. അയ്യോ നീ ഇവിടെ വല്ല ഒപ്പിച്ചു വെച്ചോ? ആ ഡോക്ടർ എങ്ങാനും പറഞ്ഞ എന്നെ കൊല്ലും പുള്ളി. അയ്യോ അതൊന്നും അല്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല. ആ ബാങ്കിൽ ജോലി ചെയ്യണ സാറിന്റെ വീട്ടിൽ ഞാൻ ജോലിക്ക് പോയായിരുന്നില്ലേ ആഴ്ചയിൽ 3 ദിവസം. ആ സാറിന് ട്രാൻസ്ഫർ ആയി, അതുകൊണ്ട് ഇനി അങ്ങോട്ട് ജോലിക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അത് കഷ്ടമായി പോയല്ലോ. നീ സങ്കടപ്പെടണ്ട, ഒരു ജോലി നമുക്ക് എവിടെയെങ്കിലും ശരിയാക്കാം. ഞാൻ ഒരു ഐഡിയ പറയട്ടെ? ഐഡിയ തന്നെ ആയിരിക്കണം, അടി കിട്ടുന്ന കേസ് ആവില്ല. നീ ആയതുകൊണ്ട് നീ പേടി. അല്ല, നല്ല ഐഡിയ. അതെ, അപ്പുറത്തെ സത്യപാലൻ സാറിന്റെ വീട്ടിൽ ഒരു ജോലി ശരിയാക്കി തരുമോ? എന്താ നിന്റെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? എനിക്ക് അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. നിനക്ക് വേണമെന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ വീട്ടിൽ ഞാൻ നിനക്ക് ജോലി മേടിച്ചു തരാം. എന്നാലും ഈ സത്യപാലൻ സാറിന്റെ വീട്ടിലെ കരുന്നി വിട്ടേര്. അതെന്താ? ഇനി ഒന്നാമത്തെ കാര്യം, ആ വീട്ടിൽ 2 പേരേ ഉള്ളൂ. അവിടെ ഒരു വീട്ടു ജോലിക്കാരുടെ ആവശ്യം വരുന്നില്ല. അഥവാ ഇനി എന്തെങ്കിലും ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ അത് ആ മെമ്പറിന് ചെയ്യും. മെമ്പറിനെ നമുക്ക് എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് കുപ്പിയിലാക്കാം. പക്ഷേ ആ സത്യപാലൻ സാർ അമ്പിലും വില്ലിലും അടുക്കുകയല്ല, ഒരുമാതിരി കാട്ടുപോത്തിന്റെ തവാ പുള്ളിക്ക്. ഇനി കാശ് ചിലവാക്കുന്ന എന്തെങ്കിലും കോളുമായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പുള്ളി നട്ടലിരിച്ച് വെള്ളമാക്കും എൻ്റെ. അതൊക്കെ പോട്ടെ, നമ്മൾ എന്തെങ്കിലും മന്ത്രവാദമൊക്കെ കാണിച്ച് ഈ സത്യപാലൻ സാറിനെ നമുക്ക് ഒതുക്കാന്ന് വെച്ചോ. പക്ഷേ നീ അവിടെ ജോലിക്ക് പോകുന്നതിൻ്റെ അന്ന് തന്നെ ഇവിടുത്തെ ജോലി തീർക്കും. എടി നീ ബില്ലാദിന്റെ വീട്ടിൽ ജോലിക്ക് പോകും, ആദ്യം ശ്രമിച്ചെന്ന് വരും. പക്ഷേ ഈ സാറിന്റെ വീട്ടിൽ ജോലിക്ക് പോകുന്ന അറിഞ്ഞാൽ അന്ന് നിന്റെ ജോലി തീർന്നു. ബില്ലാദനാ? അതാര്? എന്റെ അമ്മയുടെ അനിയത്തിന്റെ ഭർത്താവ്. ആണോ? അതാണോ ബില്ലാദൻ? നിന്നെ സമ്മതിക്കണം, നിന്റെ മോഹം നടക്കത്തില്ല മോളെ, നടക്കുകയില്ല. ഇവിടുത്തെ കാര്യം ഞാൻ ശരിയാക്കിക്കോളാം. പവിത്രയായിട്ട് അപ്പുറത്തെ സാറിന്റെ അടുത്ത് സംസാരിച്ച് ജോലി ശരിയാക്കിട്ടാ. നീ ഇവിടുത്തെ കാര്യം എങ്ങനെ നടത്തിക്കോളാം നീ പറയുന്നേ? നടക്കും, ഞാനല്ലേ പറയുന്നത്. എന്താ നിന്റെ ഐഡിയ എന്നാ ഒന്ന് പറഞ്ഞേ? അച്ഛാ, ഇപ്രാവശ്യം എന്തായാലും എനിക്കായിരിക്കും ഫസ്റ്റ് റാങ്ക്, ഉറപ്പാ. സന്തോഷമുള്ള കാര്യമല്ലേ? പിന്നെ അച്ഛന്റെ മോക്ക് റാങ്ക് കിട്ടുന്നതിൽ അത്ഭുതമൊന്നുമില്ല. മോളുടെ അച്ഛൻ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ടീച്ചർമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛനെ. അച്ഛന് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നോ? 10ാം ക്ലാസ്സില് കുറച്ച് മാർക്കിന്റെ കുറവില്ല അച്ഛന് റാങ്ക് പോയി. അതിനെന്താ വെച്ചാലേ, അച്ഛൻ ആ സമയം ഒരുപാട് പ്രശ്നങ്ങളും വീട്ടിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ മാർക്ക് പോയതാ. പക്ഷേ അച്ഛന്റെ കഴിവ് മുഴുവനും മോക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മോൾ ഉറപ്പായിട്ടും 10ാം ക്ലാസ്സിൽ റാങ്ക് മേടിക്കും. പക്ഷെ രമേശ സാറ് പറഞ്ഞത് എനിക്ക് അമ്മയുടെ ബുദ്ധിയാന്നാ. ഓ, അതെന്താ അറിയാമോ, അമ്മയെ പുകഴ്ത്തി പറയുമ്പോ മോക്ക് സന്തോഷാവൂല്ലോ എന്ന് കരുതിയിട്ട് മോളോട് പറഞ്ഞത്. പക്ഷെ സാർ എന്നോടല്ല പറഞ്ഞത്, അമ്മയോടാ പറഞ്ഞത്. അമ്മയോടാ? അമ്മ ഇന്നലെ സ്കൂളിൽ വന്നിരുന്നോ? ഇല്ല, സാർ ഇങ്ങോട്ട് വന്നു. എപ്പോ? അതെനിക്കറിയില്ല. ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോ സാർ ഇവിടെ ഉണ്ടായിരുന്നു. കുറെ നേരം കൂടി ഇരുന്നിട്ടാ പോയത്. അപ്പോഴാ പറഞ്ഞത് എനിക്ക് അമ്മയുടെ ബുദ്ധിയാണ്. എന്നിട്ട് സാറ് വന്ന കാര്യം മോളെന്താ അച്ഛനോട് പറയാത്തെ? ഞാൻ മറന്നുപോയി. മോള് സ്കൂളിൽ പോകാൻ റെഡിയാവും. ഇപ്പോ അച്ഛൻ ഇതൊന്ന് വായിക്കട്ടെ. ഓഹോ, അപ്പൊ ഞാനറിയാതെ ഇവിടെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടല്ലേ. ആർച്ചേ, ഇന്നലെ ഇവിടെ ആരാ വന്നേ? ആര്? ഇന്നലെ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോന്ന്? രമേശ് സാറ് വന്നിരുന്നു. എന്തിന്? സാറിന്റെ നികുതി സാധാരണ വരുന്നതിനേക്കാൾ കൂടുതലാണ് വന്നിരിക്കുന്നതെന്ന്. പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നികുതി കണക്കാക്കിയിൽ തെറ്റുണ്ടെന്ന് അത് പറയാനാ സാർ ഇങ്ങോട്ട് വന്നത്. അതെ, പഞ്ചായത്തിലെ കാര്യം പഞ്ചായത്തിൽ തീർക്കുക, അല്ലാതെ അതിനുവേണ്ടി മെമ്പറെ വീട്ടിലല്ല വരേണ്ടത്. സാറ് പഞ്ചായത്ത് ഓഫീസിൽ പോയിരുന്നു. അപ്പൊ അവിടെ ഉള്ളവർ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി എന്ന് പറഞ്ഞ് ഓടി മെമ്പറെ വീട്ടിൽ വരികയാണോ ചെയ്യേണ്ടത്? രമേശ് സാറിനെ സംബന്ധിച്ച് ഞാൻ അന്യല്ലോ സത്യേട്ടാ. എന്ത്? കഴിഞ്ഞ ഇലക്ഷൻ കാലം മുതൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരല്ലേ ഞങ്ങള്. കഴിഞ്ഞ ഇലക്ഷന് ഞാൻ കഷ്ടപ്പെട്ടതിനേക്കാൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് സാറാ. അപ്പൊ സാറിന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ നേരെ ഇങ്ങോട്ടല്ലേ പോരേണ്ടത്? അതൊന്നും ശരിയാവില്ല. പഞ്ചായത്ത് ഓഫീസിൽ തീർക്കേണ്ട കാര്യങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ തീർക്കണം. ഇത് പഞ്ചായത്ത് മെമ്പറുടെ മാത്രം വീടല്ല, ഇത് എന്റെയും കൂടി വീടാ. ഇവിടെ അങ്ങനെ ആരും വന്നു പോണത് എനിക്ക് ഇഷ്ടമല്ല. ഒരു സാധാരണ ആളല്ലല്ലോ രമേശൻ സാറ്, നമ്മളുടെ മോളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആൾ കൂടിയല്ലേ. അതെ, സ്കൂളിൽ പഠിപ്പിക്കുന്നേക്ക് അങ്ങ് സ്കൂളില് അതിന്റെ പേരും പറഞ്ഞ് ഇയാൾ എല്ലാ കുട്ടികളുടെയും വീട് കയറി ഇറങ്ങാൻ നടന്നാൽ അതിനെ നേരം വരുള്ളൂ. സത്യട്ടാ, ഒരു പ്രയോജനമില്ലാത്ത കാര്യം പറഞ്ഞ് നേരം കളയാതെ. എന്നെ കാണേണ്ടവര് ഇവിടെ വരും, എന്നെ കാണും. അതിൽ എന്തെങ്കിലും എതിർപ്പ് സത്യേട്ടനുണ്ടെങ്കിൽ സത്യേട്ടൻ ഇങ്ങോട്ട് വരണ്ട. കഴിഞ്ഞില്ലേ പ്രശ്നം? മാറിക്കോ അങ്ങോട്ട്. ഓ, അത്രയ്ക്ക് അഹങ്കാരം. ഇവളെ കാണാൻ ഇവിടെ ആരൊക്കെ വരുന്നുണ്ട്.
അതെ, ഞാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ നീ ആരാണ്? ഇത് എന്റെ വീടാണ്. അല്ല, നമ്മുടെ രണ്ടുപേരുടെയും കൂടെ പേരില്ല. ഇവിടെ സ്ഥലം വാങ്ങി വീട് പണിയാൻ പകുതി പൈസ തന്നത് എന്റെ അച്ഛനാ. അപ്പോ പകുതി അവകാശം എനിക്കുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിയണം. ചോദിച്ചോ, എനിക്കറിയാവുന്ന എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. രമേശ സാർ ഇവിടെ വന്ന കാര്യം നീ എന്താ എന്നോട് പറയാത്തെ? അങ്ങനെ ഇവിടെ ആരൊക്കെ വരുന്നു അതൊക്കെ സത്യേട്ടനോട് പറയാൻ പറ്റുമോ? അയാള് എത്ര മണിക്കാ വന്നേ? ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. എന്നിട്ട് എപ്പോഴാ പോയേ? മോള് വന്ന ഉടനെ അങ്ങ് ഇറങ്ങിപ്പോയി 4:30. 3 മണിക്ക് വന്നു, 4:30 പോയി. മോള് വന്നപ്പോ പോയി. എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ആ, എന്റെ പവിത്രന് ഒരു ജോലി ഏൽപ്പിച്ചിട്ട് എത്ര ദിവസമായി? ആ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഇത്രയും ദിവസം വേണോ? എന്റെ മെമ്പറെ നിങ്ങളൊന്നും ബഹളം വെക്കാതിരിക്കാവോ? ഇതങ്ങോട്ട് പിടിച്ച്. ഈ സാധനമായിട്ടല്ലേ ഞാൻ വന്നേക്കുന്നത്. വില്ലേജ് ഓഫീസർ ഒരു 3-4 ദിവസമായിട്ട് പുള്ളി ലീവിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ സാധനം കിട്ടാൻ വേണ്ടി താമസിച്ചു. ആ, ഇന്നെങ്കിലും കിട്ടിയല്ലോ. അല്ലെങ്കിൽ ആ വിശ്വനാഥൻ സാറിനോട് ഞാൻ എന്ത് സമാധാനം പറയുമായിരുന്നു. ഞാൻ വന്നത് വേറൊരു കാര്യം കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു ചെറിയൊരു സഹായം ചെയ്യണം. എന്ത് സഹായം? നമ്മുടെ അപ്പുറത്തെ ഡോക്ടറെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ചാരുലത അറിയില്ലേ? അവൾ എൻ്റെ ഒരു അകന്ന ബന്ധുവാ. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവള് ഈ വീട്ടിലും 3 ദിവസം ജോലിക്ക് നിൽക്കും. 3 ദിവസം ടൗണിൽ വേറൊരു വീട്ടിലാണ് ജോലിക്ക് നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ടൗണിലെ വീട്ടുകാർ ഈ വീട് വിറ്റവരങ്ങ് പോയി. പിന്നെ അവർക്ക് വരുമാന മാർഗം കുറഞ്ഞു. ഈ 3 ദിവസത്തെ ഇവിടുത്തെ ശമ്പളം കൊണ്ട് അവർ വീട് കഴിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് അല്ല, ബാക്കിയുള്ള 3 ദിവസം നമുക്ക് ഇവിടെ ജോലിക്ക് നിർത്തിയാൽ കുറഞ്ഞ ശമ്പളം വല്ലതും കൊടുത്താൽ മതി. പവിത്രൻ എന്താ ഭ്രാന്തുണ്ടോ? ആകെ 3 പേരുള്ള വീടാ ഇത്. ഇവിടെ എനിക്ക് ചെയ്യാനുള്ള ജോലി പോലും ഇല്ല. പിന്നെ എന്തിനാ ഇവിടെ ഒരു ജോലിക്കാരി? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാണ് അപ്പുറത്തെ വീട്ടുകാരോ? അവർ 2 പേരല്ലേ ഉള്ളൂ. എന്നിട്ട് അവർ ജോലിക്കാരി വെച്ചില്ലേ? ആ, അത് അവരുടെ സൗകര്യം. എനിക്ക് എന്തായാലും ഇവിടെ ഒരു വേലക്കാരിയുടെ ആവശ്യമില്ല. എന്റെ ദൈവമേ, ആലീസിനെ പോലെയാണോ മെമ്പർ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പിടിപ്പത് പണിയുണ്ട്. പെട്ടെന്നൊരു കാര്യം പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞാൽ എടുത്ത് ചാടി ഓടിക്കഴിഞ്ഞാൽ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ വേണ്ടേ? അല്ല, ഒന്ന് ചിന്തിച്ചു നോക്കി. മാത്രമല്ല, നാട്ടിൽ മൊത്തത്തിൽ ഒരു ചെറിയ സംസാര വിഷയമുണ്ട്. എന്തോ സംസാരം? ഈ ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മെമ്പർ ആ പ്രസിഡന്റ് എന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റും കൂടെ ആയിക്കഴിഞ്ഞാൽ വീട്ടിലെ കാര്യം നോക്കാൻ സമയം കിട്ടുമോ? കഴിഞ്ഞു. എന്നത് സോപ്പിടയിൽ കഴിഞ്ഞോന്ന്. കുഴപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ആവണോ വേണ്ടയോ എന്നൊക്കെ ആ സമയമാകുമ്പോ ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ 2 വർഷം കഴിഞ്ഞ് പ്രസിഡന്റ് ആവുന്ന കാര്യം ആലോചിച്ച് ഇപ്പോഴേ വേലക്കാരി വെക്കണോ? പവിത്രൻ ചെല്ലാൻ നോക്ക്. ശരിയെന്നാ. എന്താണ് പവിത്ര? ഇതിനകത്ത് ഉണ്ടായിരുന്നോ സാറ്? അപ്പുറത്തെ വീട്ടിലെ ജോലിക്കാരിയെ ഇവിടെയും കൂടെ ജോലിക്ക് വെക്കണമെന്ന്. അവൾക്കുണ്ടായിരുന്ന ഒരു ജോലി പോയിന്ന്. കിട്ടുന്ന ശമ്പളം കൊണ്ട് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കേ അറിയൂ. അതിനിടയ്ക്കാണ് വേലക്കാരിയുടെ ശമ്പളം കൂടി. എന്റെ സാറ് ഒത്തിരി പൈസ ഒന്നും കൊടുക്കൊന്നും വേണ്ട. പേരിനൊരു അതെ, നിർത്ത്. മേലിൽ ഇമാതിരി അഭ്യാസമായിട്ട് വന്ന് വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളടുത്ത് ഓരോന്ന് പറഞ്ഞ് എന്റെ കാശ് കളയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പവിത്ര, എന്റെ സ്വഭാവം നിനക്കറിയാലോ. ഞാനൊരു കാര്യം പറയട്ടെ. ശരിക്കും പറഞ്ഞ ഞാൻ മെമ്പറെ ഓർത്തിട്ടല്ല ഈ ഐഡിയ ആയിട്ട് ഇവിടെ വന്നത്. പിന്നെ സാറിനെ ഓർത്തിട്ടാ. ഇത് എന്റെ സാറെ, അവളെ പോലൊരു വേലക്കാരിയെ ഈ വീട്ടിൽ നിർത്തിയാൽ അതിന്റെ ഗുണം സാറിനാ. പവിത്ര, തോന്നിയ ദിവസം പറയരുത്. ഞാൻ ആ ടൈപ്പൊന്നും അല്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സാറ് രാവിലെ സ്റ്റേഷനിലോട്ട് പോകും, പിന്നെ വീട്ടിൽ കയറി വരുന്ന രാത്രിയിലല്ലേ. ഇതിന്റെ ഇടയിൽ വീട്ടിലെ കാര്യങ്ങൾ രഹസ്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരാൾ വീട്ടിൽ നിർത്തുന്നത് നല്ലതല്ലേ സാറേ? അവളെ വിശ്വസിക്കാൻ പറ്റിയ പെണ്ണ. സാർ അവളെ എന്ത് ജോലി ഏൽപ്പിച്ചാലും അവൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും. അത് മാത്രമല്ല, അപ്പുറത്തെ ഡോക്ടറുടെ വീട്ടിലും കൂടെ അവള് ജോലിക്ക് നിൽക്കുന്നത്. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ വള്ളിപ്പുള്ളി തെറ്റാതെ സാറിനോട് വന്ന് പറയുകയും ചെയ്യും. ഒരു വെടിക്ക് 2 പക്ഷികൾ. ചിന്തിച്ചു നോക്ക്. നിസ്സാര പൈസയുടെ കാര്യമുള്ളൂ. അവളെ പോലെ ഒരുത്തിയെ ജോലിക്ക് നിർത്തിയാൽ സാറിന്റെ വിശ്വസ്തയായിട്ട് അവൾ അങ്ങ് നിന്നോളൂ. ആലോചിച്ച് നോക്ക്. അല്ല, ഈ കാര്യത്തിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഈ വേലക്കാരിയെ വെച്ചാൽ ഗുണം ഉണ്ടാവോ അതോ ദോഷമാവോ എന്നുള്ളതാണ്. സാറിന് എന്തിൻ്റെ അസുഖം? സാറെ, വേലക്കാരത്തെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കണ്ടേ? ശമ്പളം കൊടുക്കണം, പക്ഷേ അത് കൊടുത്താൽ അതിനുള്ള ഗുണം ഉണ്ടാവുമോ എന്നുള്ളതാണ്. പവിത്രം പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഇച്ചിരി പൈസ പോയാലും കുഴപ്പമില്ല.
പക്ഷേ ഈ പവിത്രം പറഞ്ഞ പോലെ ഗുണം ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. വേറെ എന്തെങ്കിലും കെടിയിലായിപ്പോയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതെ സാറേ, അപ്പുറത്തെ വീട്ടിൽ അവർ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, ഇതുവരെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം അവർ പ്രശ്നക്കാരി അല്ല എന്നുള്ളതാണ്. അപ്പൊ അവരുടെ കാര്യം കാര്യമായിട്ട് ഗവനിക്കാവുന്നേ ഉള്ളൂ. സാറേ, ലത എന്തെങ്കിലും കേൾക്കാൻ നോക്കിയിരിക്കുക. ഇപ്പൊ സാറിന്റെ വീട്ടിൽ വേലക്കാരിയെ വെച്ചെന്ന് പറയുമ്പം അവൾ പറയും, എന്നോട് പറയും നമ്മുടെ വീട്ടിലും വേലക്കാരത്തി വെക്കാൻ. അല്ല, ലത സാറ് വേലക്കാരി വെക്കുകയാണെങ്കിൽ വേലക്കാരുടെ ശമ്പളം കൂടെ ലത സാറ് കൊടുക്കണ്ടേ? ഇയാളെ കയ്യിൽ എന്തോ ഇരിക്കുന്നു. നിങ്ങൾ പോ. ശരി. ഞാൻ ഒരു സത്യാവസ്ഥ പറഞ്ഞാണ് അത്. പവിത്ര, നമ്മുടെ മറ്റേ ജോലിക്കാരിയില്ലേ, അതിന് നമ്മുടെ വീട്ടിൽ നിർത്താൻ എനിക്ക് സമ്മതമാണ്. ആണ്. പക്ഷെ നീ ഉണ്ണിയാർച്ചയോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ആ ജോലി നിൻ്റെതാ. അത് സമ്മതിപ്പിക്കും. ആർച്ചേ, ഇന്ന് സത്യമായിട്ട് നേരത്തെ വന്നോ? DOSP ഓഫീസിൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേഷനിൽ പോകണ്ടെന്ന് വെച്ചു. എന്താ പതിവില്ലാതെ? അതല്ല, DOSP ഓഫീസിൽ പോയിട്ട് ഇറങ്ങിയ പിന്നെ ഒരു ചെറിയ ടെൻഷൻ. എന്ത് ടെൻഷൻ? പുതിയ കേസിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? അതൊന്നുമല്ല. DOSP സാറ് പറഞ്ഞു നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ എൻ്റെ പേരും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സർക്കാർ ജോലി ആവുമ്പോ ട്രാൻസ്ഫർ ഒക്കെ കാണും, അത് സാധാരണല്ലേ? ആർച്ചേ, ഇത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊന്നുമല്ല, മിക്കവാറും വയനാട് ആവാനാണ് സാധ്യത എന്നാ പറഞ്ഞത്. അത് കൊള്ളാലോ. നല്ല മനോഹരമായ സ്ഥലം, നല്ല ആളുകള്. സത്യന്റെ ഭാഗ്യമല്ലേ? എന്ത് ഭാഗ്യം? ആർച്ചേ, ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഇവിടെ ഒറ്റയ്ക്കാവൂലേ? അതെങ്ങനെയാ ഞാൻ ഒറ്റയ്ക്കാവുന്നേ? ഇതെനിക്ക് അറിയാത്ത സ്ഥലമൊന്നും അല്ലല്ലോ. പോരാത്തന്നെ ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും. എനിക്കൊരു ആവശ്യം വന്നാ എന്നെ സഹായിക്കാൻ ഇവിടെ 100 പേരുണ്ടാവും. എന്നെ വയനാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് വേണം നിനക്ക് നാട്ടുകാരുടെ സഹായമായിട്ട് ഇവിടെ കഴിയാൻ. നിന്റെ ആഗ്രഹം മനസ്സിൽ വെച്ചിരുന്നാ മതിയടി മോളെ. സത്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആർച്ചേ, നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെ അവിടെ മനസ്സമാധാനമായിട്ടിരിക്കും? നിനക്ക് കൂട്ടിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എനിക്കിപ്പോ ഇവിടെ ആരോ കൂട്ടുവരാൻ? DOSP പറഞ്ഞപ്പോൾ മുതലേ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയത്. എന്താ ഐഡിയ? പവിത്രൻ രാവിലെ വന്ന് പറഞ്ഞ കാര്യമില്ലേ, അപ്പുറത്തെ വീട്ടിലെ ജോലിക്കാരിയെ ഇവിടെ ജോലിക്ക് നിർത്തുന്ന കാര്യം. അവളെ നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ ആർച്ചയ്ക്ക് ഒരു കൂട്ടാവും. എന്തിന്? എനിക്ക് ആരുടെയും കൂട്ടൊന്നും വേണ്ട. ആർച്ചേ, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. അപ്പൊ ഒരു കൂട്ട് വേണം. ഞാൻ എങ്ങനെ മനസ്സമാനായിട്ട് അവിടെ നിൽക്കും? ശരി, ഇനി ഇപ്പൊ സത്യേട്ടൻ ട്രാൻസ്ഫർ ആയെന്ന് വിചാരിക്കുക. അപ്പൊ ആലോചിച്ച പോരെ ജോലിക്കാരിയുടെ കാര്യം? ആർച്ചേ, ട്രാൻസ്ഫർ ആയി കഴിഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴേ ആളെ കിട്ടൂല. ഇതാവുമ്പോ അവള് ജോലി അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതാ. നമ്മൾ കൊടുക്കുന്ന ശമ്പളം തന്നെ മതിയാവും. ഈ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞിട്ട് അന്വേഷിച്ച് പോകുമ്പോഴേ ഭയങ്കര ഡിമാൻഡ് കാണിക്കും. സത്യേട്ടൻ ഇത് എന്ത് പറ്റി? പണ്ടൊരിക്കൽ ഞാനൊരു വേലക്കാരിയുടെ കാര്യം പറഞ്ഞപ്പോ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ആർച്ചേ, അന്നത്തെ സാഹചര്യം അല്ല ഇന്നത്തെ സാഹചര്യം. ഇവിടെ ഇപ്പൊ ഒരു ജോലിക്കാരിയുടെ ആവശ്യമുണ്ട്. അതെ, എന്റെ ഒരു മനസ്സമാനത്തെ കുറിച്ച് നീ ഒന്ന് ആലോചിക്ക്. നീ ഒന്ന് സമ്മതിക്ക്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. സത്യേട്ടന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാനങ്ങ് സമ്മതിക്കുക. പിന്നെ ഒരു കാര്യം, അവൾ എന്തെങ്കിലും എനിക്ക് ഇഷ്ടമല്ലാത്ത ചെയ്താ ഞാൻ അപ്പ അവൾ ഇവിടുത്തെ പറഞ്ഞു വിടും. പറഞ്ഞു വിടണം. ആർച്ചയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്യാൻ സമ്മതിക്ക് അപ്പ പറഞ്ഞു വിട്ടേക്കണം. ആർച്ച സമ്മതിച്ചു. പിന്നെ ആ ചാരുലതയുടെ ഒരു കാര്യം പറയുക. ഞാനാണ് അവളെ ഇവിടെ ജോലിക്ക് വെക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നതും ഞാൻ പറയുന്ന അനുസരിച്ചിട്ടായിരിക്കണം. ശരി. ഹലോ, പവിത്രൻ ചേട്ടാ, സമ്മതിച്ചോ? നാളെ തന്നെ? ഭഗവാനെ, ഞാൻ രക്ഷപ്പെട്ട്. ഇവിടുത്തെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ചേച്ചി, ചേച്ചി, നീ ഇത് എവിടെയായിരുന്നു ചാരു? ചേച്ചി, അപ്പുറത്തെ വീട്ടില് മുടിഞ്ഞ വഴക്കായിരുന്നു. ആ സാറും ചേച്ചിയും കൂടി എന്തൊരു ബഹളമായിരുന്നു. എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കാഞ്ഞത്? ഞാൻ ആ വഴക്കം കേട്ട് നിന്നുപോയി ചേച്ചി. എന്നാൽ ഇങ്ങനെ ഉണ്ടാ മനുഷ്യന്മാര്? നാട്ടുകാരെ കേൾക്കുന്നുള്ള ബോധം വേണ്ടേ? ആർക്ക്? അവർക്കാ?
അങ്ങേർക്ക് കുറച്ചെങ്കിലും ബോധമുണ്ട്. ആ പെണ്ണുമ്പളക്കാണെങ്കിൽ ഒരു തരി വിവരമില്ല. എന്തായിരുന്നു വഴക്ക്? നിങ്ങളുടെ രണ്ടുപേരുടെ പേര് പറഞ്ഞായിരുന്നു വഴക്കം തോന്നുന്നു. ആ സ്ത്രീ കൂടുതൽ ഇവിടുത്തെ ഡോക്ടറിന്റെ പേരാ പറയുന്നത് കേട്ട്. അതായിരിക്കും ആ സാറിന് അത്ര ദേഷ്യം. ഓഹോ, അപ്പൊ ഞാൻ കരുതിയതൊക്കെ സത്യം തന്നെ. ഇവരെന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ചേച്ചി, ചേച്ചിയുടെ പേര് ഇടയ്ക്ക് പറയുന്ന കേട്ട്. എന്റെയാ? പക്ഷെ എന്താ പറയുന്നതെന്ന് വ്യക്തമായില്ല. നിനക്ക് ആ മതിലിനോട് ചേർന്ന് നിന്ന് കേൾക്കാറുന്നില്ലേ ചാരു? അതാകുമ്പോ ക്ലിയർ ആയിട്ട് കേൾക്കാറുന്നല്ലോ. അയ്യോ, ഞാൻ റോഡിലിറങ്ങി ആ മതിലിന്റെ അടുത്ത് പോയി നിന്ന നാട്ടുകാരെ കണ്ട ഞാൻ എന്തോ പറയും. ഇപ്പൊ എന്താ കാര്യമെന്ന് എങ്ങനെ അറിയും? അതിനെന്താ ഒരു വഴി? വഴിയൊക്കെ ഉണ്ട്. ചേച്ചിക്ക് എന്നെ വിശ്വാസമാണെങ്കിലേ ഞാൻ ഒരു പരിപാടി പറഞ്ഞുതരാം. എന്ത്? അപ്പുറത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ ചേച്ചിക്ക് അറിയാൻ പറ്റും. എങ്ങനെ? അവിടെ ജോലിക്കാരി ഇല്ലല്ലോ. ഒരു ജോലിക്കാരി വരുവാണെങ്കിൽ അതുവഴി അവിടുത്തെ സകല കാര്യങ്ങളും ചേച്ചിക്ക് അറിയാൻ പറ്റും. അതിന് അവരവിടെ ജോലിക്കാരിനൊന്നും വെക്കൂലല്ലോ. പറഞ്ഞു വെപ്പിക്കണം ചേച്ചി. ഇനിയിപ്പൊ അഥവാ വെച്ചാ തന്നെ അവര് വന്ന് നമ്മളോട് കാര്യങ്ങൾ പറയുന്നത് എന്താ ഉറപ്പ്? ആ ജോലിക്കാരി ഞാനാണെങ്കിലാ. എന്താ ചേച്ചി ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? ആഴ്ചയില് 3 ദിവസമല്ലേ എനിക്കിവിടെ ജോലിയുള്ളൂ. ബാക്കി 3 ദിവസം എനിക്ക് അവിടെ ജോലിക്ക് പോയാലേ അവിടുത്തെ കാര്യം മുഴുവൻ അറിയുകയും ചെയ്യാം, ഇവിടെ വന്ന് ചേച്ചിയുടെ അടുത്ത് പറയുകയും ചെയ്യാം. അമ്പടി കേമി, നിന്നെ ഞാൻ സമ്മതിച്ചേട്ടാ. പക്ഷെ ഇച്ചാനോട് പറഞ്ഞ ഇച്ചാൻ എന്നെ ഒലക്കിട്ട് അടിക്കും. അയ്യോ, സാറിന്റെ അടുത്ത് ഇക്കാര്യം പറയരുത്. പിന്നെ സാറിന്റെ അടുത്ത് പറയാനുള്ളത് എനിക്ക് വേറൊരു ജോലി ഉണ്ടായിരുന്നു, അത് പോയി. അപ്പൊ ഞാനിപ്പോ കഷ്ടപ്പാടിലാണ്, ഭയങ്കര ദുരിതമാ എന്റെ ജീവിതം എന്നൊക്കെ അങ്ങനെ കയറ്റി വെച്ചേ പറഞ്ഞാ മതി. നീ ആള് കൊള്ളാട്ടാ. നിനക്ക് അപാര ബുദ്ധിയാ. അയ്യോ, എനിക്കും തോന്നി ചേച്ചി. ഞാൻ പോയി ഇച്ചാനോട് പറഞ്ഞിട്ട് വരാവേ. മണ്ടി ദൈവമേ. ആരാധികേ മഞ്ഞുരുകും വഴിയരികെ. നല്ല പാട്ട്, നന്നായി പാടുവച്ചേ. ചായ ഒരു കാര്യം പറയട്ടെ. ആകെ മൊത്തം നിന്നെ നോക്കുമ്പോ പറയാൻ പോകുന്ന കാര്യം അത്ര വെടിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല, പറയട്ടെ. നമ്മുടെ ചാരു ഇല്ലേ, ചാരു അവള് പാവല്ലേ ഇച്ചായ. ജീവിക്കാൻ വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടല്ലേ വീട്ടു ജോലിക്കൊക്കെ വന്നിരിക്കുന്നത്. ഇടി വീട്ടു ജോലി എന്ന് പറഞ്ഞ അങ്ങനെ കുറച്ച് പറയരുതേ. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സുണ്ട്. അവൾ ആ ജോലി ചെയ്തിട്ടല്ലേ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, പഠിക്കുന്നത്, വീട്ടുകാര്യം നോക്കുന്നത്. അവള് സെൽഫ് റിലയന്റ് ആയിട്ടുള്ള ഒരു പെണ്ണല്ലേ. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ എങ്ങനെയാ? അല്ല, അവള് പാവല്ലേ, അപ്പൊ അവളെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ല ഇച്ചായ. കാശ് വല്ലതും ചോദിച്ചോ? പൈസയൊക്കെ അവള് ജോലി എടുത്തുണ്ടാക്കിക്കോളും. പക്ഷെ അതിനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എന്റെ പൊന്നു മോള് വളച്ചു കെട്ടില്ലാത്ത കാര്യം പറ ഇച്ചായ. അവൾ ഇവിടെ അല്ലാതെ വേറൊരു വീട്ടിലും കൂടെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അവരിപ്പോ താമസം മാറി പോവുക. അപ്പൊ അവളോട് ഇങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു ജോലിക്ക്. ചുരുക്കി പറഞ്ഞ 2 സ്ഥലത്തും ഉണ്ടായിരുന്നത് ഇപ്പൊ 1 സ്ഥലത്തായി. ശമ്പളം കൂട്ടി കൊടുക്കണം? ശമ്പളം ഒന്നും കൂട്ടി കൊടുക്കൊന്നും വേണ്ട. പക്ഷെ അവൾക്ക് 1 സ്ഥലത്തും കൂടെ ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടിയേനെ. എനിക്കൊരു വീടല്ലേ ഉള്ളൂ. ഇച്ചായനൊരു വീടേ ഉള്ളു. പക്ഷെ അപ്പുറത്ത് സത്യവാലൻ സാറിനൊരു വീടുണ്ടല്ലോ, ആർച്ചയുടെ വീട്. അല്ല, അവക്ക് അവിടെ ജോലി കിട്ടുമെന്ന് അവള് പറയുന്നത്. പിന്നെ നമ്മള് സമ്മതിക്കുമോന്ന് ഓർത്തിട്ട് ഒരു ടെൻഷൻ. നമ്മുടെ സമ്മതം എന്തിനാടി? അവക്ക് അപ്പുറത്ത് പോണെങ്കിൽ പോവാം. ഇവിടെ ജോലി ഇല്ലാത്ത ദിവസം അവൾ അപ്പുറത്ത് പോയിക്കോട്ടെ. പക്ഷെ നീ പിരിച്ചു വിടരുത്. എന്തിന്? എന്റെ ഇച്ചായ, ഞാൻ അത്ര മനസാക്ഷി ഇല്ലാത്ത പെണ്ണൊന്നുമല്ല. അവള് പാവല്ലേ, നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ, ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. എന്റെ പൊന്ന മക്കളെ ആലിസ്, നിന്റെ ഈ നിഷ്കളങ്കമായ മുഖം കാണുമ്പോഴേ എനിക്കങ്ങ് എന്തോ പോലെ. എന്റെ മോളുടെ ഉദ്ദേശം എന്തുവാ? എന്തുദ്ദേശം? അല്ല, അപ്പുറത്തെ വീട്ടുകാർ നിന്റെ ശത്രുക്കളാണല്ലോ. എന്നിട്ടും അപ്പുറത്തെ വീട്ടിൽ വിടുക എന്ന് പറയുമ്പോ ഒരു ഉദ്ദേശം ഇല്ലാതായിരിക്കില്ലല്ലോ. എന്റെ ഇച്ചായ, എനിക്ക് ആരോടും ശത്രുതയൊന്നുമില്ല. എന്തേ? ഒരു കാര്യം സത്യം, എനിക്ക് ആ പെണ്ണുപിള്ളയുടെ കൊഞ്ചലും കുഴലൊന്നും ഇഷ്ടമൊന്നുമല്ല. അപ്പുറത്ത് പോയാലേ ചാരു അപ്പുറത്ത് അവരുമായിട്ട് കൂട്ടുകൂടും. പിന്നെ കൂട്ടുകൂടാൻ പറ്റിയ സാധനം. ചാരുവിന് അവരൊന്നും ഇഷ്ടമൊന്നുമല്ല. ആര് പറഞ്ഞു? ചാരു പറഞ്ഞു. അതുകൊണ്ടല്ലേ എനിക്ക് അവളോട് ഇത്ര സ്നേഹം. ഇടുക്കി എനിക്കും ഇഷ്ടപ്പെട്ടു. അല്ല, അവൾക്കുള്ള പിടിക്കുകയാണെന്ന് പറയുമായിരുന്നു. അതെ എന്റെ പൊന്നു മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് അപ്പുറത്തേക്ക് പോകുന്നതില് വിഷമമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു തത്വം പറയാം, ഞെട്ടും. എന്ത്? ഒരു പാല വിട്ടാല് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാം. എന്ന് വെച്ചാ അത് തന്നെ.
പൊക്കോളാൻ പറയട്ടെ. ചാരുലത ഇപ്പൊ വരും. സത്യയുടെ സ്ഥിര സ്വഭാവം കാണിച്ച അവൾ വന്നതുപോലെ അങ്ങ് പോവും. അതോർത്തോ. എന്റെ എന്ത് സ്വഭാവം? സ്ത്രീകളോട് വളരെ ഡീസന്റ് ആയിട്ടാ ഞാൻ പെരുമാറുന്നത് കേട്ടോ. പക്ഷേ ചില സമയത്ത് സംസാരിക്കുമ്പോ സത്യേട്ടന് അത്താനി പോലീസിന്റെ സ്വഭാവം വരും. ഇപ്പോഴത്തെ കാലമാ, അതൊന്നും കേൾക്കാൻ ആരും നിക്കില്ല. സത്യേട്ടൻ അവളുടെ മെക്കെട്ട് കയറുകയോ അവളോട് ദേഷ്യപ്പെടുകയോ എന്തെങ്കിലും ചെയ്താൽ അവൾ ഇറങ്ങി അവളുടെ പാട്ടിന് പോവും. ആർച്ചേ, ആരോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം. നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. പിന്നെ അവൾ വരുമ്പോ അവളോട് പ്രത്യേക ഒരു കാര്യം പറയുക, ഞാനാണ് അവളെ ഇവിടെ ജോലിക്ക് വെച്ചതെന്ന്. അതെന്തിനാ? എന്നാലേ എന്നോടൊരു ബഹുമാനമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ നീ അവളോട് ഒരുപാട് അങ്ങോട്ട് അടുക്കാനൊന്നും നിൽക്കണ്ട. ജോലി സംബന്ധമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അതെന്താ? അല്ലെങ്കിൽ അവൾ ഇവിടുത്തെ രഹസ്യങ്ങളെല്ലാം നേരെ എന്ന് ആ മൃഗത്തിനോട് പറഞ്ഞു കൊടുക്കും. ഇവിടെ ഇതിന് മാത്രം രഹസ്യം എന്താ? ആർച്ചേ, രഹസ്യങ്ങളില്ലാത്ത വീടുണ്ടോ? എല്ലാ വീട്ടിലും ഉണ്ടാവും രഹസ്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ ആ മൃഗത്തിനെ കുറിച്ച് പറയണമെന്നും നീ അവളോട് പറയണ്ട. അതും ചിലപ്പോൾ അവൾ എന്ന് ഇവിടെ പറയും. സത്യേട്ടാ, വരുന്നത് വീട്ടുജോലിക്കാരിയാ, അല്ലാതെ രഹസ്യ പോലീസ് അല്ല. നമസ്കാരം ചേച്ചി. സത്യേട്ടാ, നീ ചാരുലത വന്നു. ആലീസ് ചാരുലതയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടല്ലേ സംസാരിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. സത്യത്തിൽ ഇവിടെ ജോലിക്കാരിയുടെ ആവശ്യമൊന്നുമില്ല. പവിത്ര നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത്. പവിത്രം മാത്രമല്ല, ഞാനും നിർബന്ധിച്ചു. അതെ, സത്യേട്ടന് അടുത്ത് തന്നെ ട്രാൻസ്ഫർ ഉണ്ടാവേ, അങ്ങ് വയനാട്ടിലേക്കാ. അപ്പോ സത്യേട്ടനൊരു പേടി, ഞാനിവിടെ തനിച്ചാണല്ലോ എന്ന്. സത്യത്തില് ചാരുലതയെ വിളിപ്പിച്ചത് എനിക്ക് കൂട്ടിന് വേണ്ടിയാ. സംസാരിച്ചത് മതി. സംസാരിക്കാനല്ല നമ്മൾ ഒരാളെ ജോലിക്ക് വെച്ചിരിക്കുന്നു. കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? ചാരുലത. ആ, അപ്പുറത്തെ വീട്ടുകാരെന്താ വിളിക്കുന്നത്? ചാരുന്ന്. ഞങ്ങള് ലതയെന്ന് വിളിക്കുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആ, അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ലത അടുക്കളയിലേക്ക് പോകും. ബാക്കി കാര്യങ്ങളൊക്കെ ആർച്ച പറഞ്ഞു തരും കേട്ടോ. ആർച്ച ഒന്ന് നിന്നേ. ആർച്ചയോടെ നിൽക്കാൻ പറഞ്ഞ ലത അടുക്കളയിലേക്ക് വെക്കോ. സോറി. അതെ, ഞാൻ വയനാടോട്ട് സ്ഥലം മാറി പോകുന്നുള്ള കാര്യമൊക്കെ നീ എന്തിനാ പറഞ്ഞേ? അതിനെന്താ കുഴപ്പം? അത് അപ്പുറത്ത് എന്ന് പറയില്ലേ? അപ്പൊ ആ മൃഗം അറിയില്ലേ ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകണമെന്നുള്ള കാര്യം? അപ്പൊ സത്യയുടെ സ്ഥലം മാറി പോവുകയല്ല, ഒളിച്ചോടി പോവുക. മതി ആർച്ചേ. അതെ, എൻ്റെ ആ യൂണിഫോം കഴുകിയിട്ടിരിക്കുന്നില്ലേ, അത് പോയി എടുത്തോണ്ടാ. ഇന്നലെ അത് വെയിലത്ത് കിടക്ക നരച്ചിട്ടുണ്ടാവും. അയ്യോ. ലതേ, ആ. ലത ഇതിനു മുമ്പ് ഏതെങ്കിലും പോലീസുകാരെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ ഈ പോലീസുകാര് മറ്റുള്ളവരെ പോലെ അല്ല. ആ. എല്ലാ കാര്യത്തിലും നീതിയും ന്യായവും സത്യവും ധർമ്മവും ഒക്കെ നോക്കിയേ ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസുകാരെ പറ്റിക്കാമെന്നൊന്നും ലത വിചാരിക്കണ്ട. അയ്യോ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല സാർ. ലതയെ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത് ഞാനാണ്. ആ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ജോലികൾ മാത്രം ലത ചെയ്താൽ മതി. ഈ അടുക്കളയിൽ ജോലിക്കും വീട്ടുജോലിക്കും പുറമെ മറ്റു ചില ജോലികൾ കൂടെ ലത ചെയ്യേണ്ടി വരും. അയ്യേ, സാർ എന്താ ഉദ്ദേശിച്ചത്? ലത അതൊന്നുമല്ല, അക്കാര്യത്തിൽ ഞാനും ഡീസന്റാ. അതായത് ഈ ലത ഞാൻ ഈ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കും. അത് ലത കൃത്യമായിട്ട് ചെയ്യുക. അത് മറ്റാരും അറിയാനും പാടില്ല. അതെന്ത് ജോലിയാ സാറേ? അതൊക്കെ വഴിയെ പറയാം. ഞാൻ പറയുന്നതിനപ്പുറം എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അറിയാലോ, ലതയ്ക്ക് ശമ്പളം തരുന്നത് ഈ ഞാനാ. എന്നെ പിണയ്ക്കാലുണ്ടല്ലോ, ഞാൻ അപ്പൊ പറഞ്ഞു വിടും. സാർ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. അത് ലതയ്ക്ക് എന്നെ മനസ്സിലാകത്തോണ്ട. അതുകൊണ്ടല്ല സാർ, സാർ എന്നെ പറഞ്ഞു വിടില്ല. അനുസരണക്കേട് കാണിച്ചാൽ ഞാൻ പറഞ്ഞു വിട്ടിരിക്കും. പറഞ്ഞു വിട്ടാ ഞാൻ കേസ് കൊടുത്തിരിക്കും. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ SI ആയ വീട്ടുടമസ്ഥൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് എനിക്ക് കേസ് കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം സാർ ഒരു പാവമില്ലേ? ആഹാ, സത്യേട്ടൻ ഇവിടെ നിൽക്കുമായിരുന്നോ? ചായ വല്ലതും വേണോ? ഞാൻ വേണോന്ന് ചോദിച്ചായിരുന്നു ചേച്ചി. അപ്പൊ പറഞ്ഞേ വയറ് നിറഞ്ഞിരിക്കോ, വേറെ ഒന്നും വേണ്ടാന്ന്. മുറികളൊക്കെ ഒന്ന് കാണിച്ചു തരാമോ ചേച്ചി? ആ, ഇവിടെയാ മോളുടെ മുറി. അപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, ചാരി ഒന്ന് നോക്കിക്കോ. അയ്യോ, സാർ എന്നെ ലതാന്നാ പറഞ്ഞത്.
ലതയെങ്കിൽ ലത ചെല്ല്. ആ ശരി. നല്ല കുട്ടി, കുഴപ്പമൊന്നുമില്ലെന്നാ തോന്നുന്നേ, അല്ലേ സത്യേട്ടാ? നല്ല കുട്ടിയാ, വളരെ നല്ല കുട്ടിയാണ്.